ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ പുള്ളികളായി. പുള്ളികളോ? ഹലോ ഗായ്സ്, വെൽക്കം ടു പുതിയൊരു വ്ലോഗ്. നമ്മൾ ഇന്ന് ചുമ്മാ ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവാണ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ. വാവയ്ക്ക് നമ്മൾ ഉടുപ്പൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ പുറത്തു പോയിട്ട് 2 ഫോട്ടോസ് എടുക്കണം. പിന്നെ കുറേ ദിവസമായി നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴായിട്ട് CST പോകുമ്പോഴല്ലേ കാണാറ് അമ്പലം. CST പോകുമ്പോൾ ഒരു അമ്പലം കാണാറുണ്ട് മുകളിൽ. എന്താണെന്നറിയില്ല, ഒരു കാട്ടിക്കൂടെയൊക്കെ പോയിട്ട് മുകളിലായിട്ട് അമ്പലം. അപ്പൊ അത് എന്താണെന്നറിയാൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ക്യൂരിയസ് ആണ്. അപ്പൊ അത് എന്താന്നും കൂടി നോക്കിയിട്ട് ചുമ്മാ അവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെറുതെ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് പോരും. കാലത്തൊട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ സമയം 4:30 ആയിട്ടുണ്ട്. അത് ഞാൻ കാരണല്ല, 8 ആണ് ലേറ്റ് ആക്കിയത്. ഞാൻ ഇത്ര ദിവസം വ്ളോഗ് ചെയ്തത് 8 ഇല്ലാണ്ട് ഞാനും ഭാവി മാത്രമായിട്ടായിരുന്നല്ലോ. ട്രൈപോഡിൽ വെച്ചിട്ടും പിന്നെ ഫോൺ അവിടേക്ക് വെച്ചിട്ടാണല്ലോ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ പിന്നെ 8 ആണ് ഈ ട്രൈപോഡില് ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്റെ മുന്നിൽ. അപ്പൊ എനിക്ക് എന്തോ പോലെ ഉണ്ട് സംസാരിക്കാൻ. ഭാവിയുടെ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ ചെയ്തേ? എന്റെ പേപ്പർ സോപ്പ്. ഇത് ഞാൻ ഇങ്ങനെ ഹാൻഡ് ബാഗിൽ ഇങ്ങനെ വെക്കണതാ. ഒറ്റ അടി വെച്ചിട്ട് നിനക്ക് ഇങ്ങനെ കുറുമ്പാണിച്ചു കഴിഞ്ഞാല് തരുവേ? അതെടുത്ത് വായിലിടൂട്ടാ. നിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ലുക്ക് കാണിച്ചു കൊടുക്ക്. ഡാൻസ്. ജിങ്ക് ചക്ക ജിങ്ക് ചക്ക ജിങ്ക് ചക്ക ജിങ്ക് ചക്ക ജിങ്ക് ചക്ക. ഇങ്ങനൊരു കുഞ്ഞിക്കൊട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വിയുന്റെ അമ്മായി വാങ്ങിച്ചു തന്ന കുഞ്ഞിക്കൊട ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ കൊടയൊക്കെ ചൂടും മഴ വരുമ്പോ ഒന്ന് വിചാരിക്കണു. എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഇനി എന്താ, ഇത് നമ്മൾ കുറച്ച് ലെമൺ റൈസും പപ്പടവും ഇങ്ങനെ കാട്ടിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാട്ടോ. പുറത്ത് ആ കാട്ടിലൊന്നും കിട്ടിയില്ലെങ്കിലോ, ഇനി അത് കാടല്ലെങ്കിൽ എന്ന് പറയരുത്. ഒരു എൻട്രൻസ് പോലെ ഒരു കാട്ടിലേക്ക് ഇങ്ങനെ മുകളിൽ കയറി പോണം അല്ലെ. എന്നിട്ട് അതിന്റെ മുകളില് ഒരു അമ്പലം. അമ്പലത്തിന്റെ മുകളിൽ നമ്മുടെ എന്താ പറയാ ബുദ്ധന്റെ ഒരു ലുക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞത് ബുദ്ധന്റെ അമ്പലം, ഏറ്റവും പറഞ്ഞത് ശിവന്റെ അമ്പലം. നമുക്ക് പോയി നോക്കാം എന്തമ്പലം. നീ എന്ത് തേങ്ങയടി നീ കാണിക്കണ വ്യൂ. ഇവിടെയും മാന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ മാന്തി ഇവിടെയൊക്കെ ചെളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അതിന്റെ ഇടയില് അവിടെ പോയിട്ട് നൈസായിട്ട് എന്തോ തട്ടുണ്ട്. ശരി, അതെന്താറിയോ? ബാക്കർവടി വീന് വേണോ? അതാരാടോ ഓട്ട ഉണ്ടാക്കിയത്? ആ ഓട്ട ആരാ ഉണ്ടാക്കിയത്? നോ 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 നോ. അടാട് അടാട് അടാടാട്. അത് കഴിക്കരുത്. അടാട് അടാട് അടാടാട് അടുന്നേ അടുന്നേ കാവിലെ നല്ല അമ്മക്ക് തരൂ. അമ്മ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് കാറിൽ വെക്കാൻ. അതെടുക്കാം. ചിങ്കിച്ച ചിങ്കി ചിങ്കിച്ച ചിങ്കിച്ച ചിങ്കി ചിങ്കിച്ച. ഓടിപ്പോയി. പോയിക്കാ. ഇത് ഇത്ര സ്ഥലം നോക്കിയാല് ഫോൺ കോളാ. ഫോൺ 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 ഫോൺ. സമയം ഓൾമോസ്റ്റ് ഒരു 6 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അവള് അത്യാവശ്യം നല്ല വാശി മൂഡിലായിരുന്നു. കാരണം അവൾക്ക് പിന്നിൽ ഒറ്റയ്ക്ക് ഇരിക്കണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വാശി ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. എവിടെ പോനെ? ഏതോ അമ്പലത്തിൽ പോവാ അല്ലേ? ഒറ്റയ്ക്ക് ഇരിക്കുക. ഓക്കെ ശരി. നമുക്ക് തരോ? പാവം. വാവയുടെ കൈയൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച. കുറച്ച് കാര്യമായിട്ട് തന്നെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ കുറുമ്പാണ് കയ്യിലുള്ളത്. ഇപ്പൊ എന്തായാലും അതൊക്കെ ഹീലായി. ആ മുകളിൽ കാണുന്ന ബ്ലാക്ക് സംഭവങ്ങളൊക്കെ വീണു. ഇപ്പൊ എല്ലാം ഓക്കെ ആയി.
കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഒരു കാര്യം കാരണം. വിളക്കിൻ്റെ മുകളിൽ കൊണ്ടായിട്ട് കൈ വെക്കുകയായിരുന്നു. വള പോയി, വള കയ്യിലെ വള. അല്ലെങ്കിൽ പകലൊന്നും ഉറങ്ങാത്ത ആളാട്ടാ. ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പുറത്തു കൊണ്ടുവന്നപ്പോ നല്ല ഉറക്കം. അവളെ പിടിച്ച് കുലുക്കി ഏൽപ്പിച്ചിട്ട് അവളെ ഇരിക്കുന്നില്ല, അതുപോലെ ഉറങ്ങായിരുന്നു. വണ്ടിയുടെ ശബ്ദവും ലൈറ്റൊക്കെ കാരണം അവളെ എനിക്കോളെന്ന് വിചാരിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അവള് നല്ല ഉറക്കായിരുന്നു. ഞങ്ങളവിടെ ഒരു ഫ്ലാഗും പഞ്ഞൂട്ടായൊക്കെ വെക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഫ്ലാഗൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അവളുടെ കൂടെ കളിക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. ഇതിനും വലിയ ശശികൾ സ്വപ്നത്തിൽ മാത്രം. ഞങ്ങൾ നല്ല രീതിക്ക് ക്ലിങ് ആയി പോയി. എനിക്ക് ആ മുകളിലത്തെ മറ്റേ അമ്പലത്തിൽ പോകണം. സ്വർണത്തിന്റെ ഈ സാധനങ്ങൾ അമ്പലത്തിൽ. നിന്നെയും കൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ശശിയായി അറിയോ? ഏട്ടോ കൃഷ്ണന്റെ അമ്പലാണോ ശിവന്റെ അമ്പലാണോ ബുദ്ധന്റെ അമ്പലാണോ? അമ്പല ഞാൻ പറയണു ബുദ്ധന്റെ അമ്പലം. കൃഷ്ണൻ പറയാൻ കാരണം ഇവിടെ കുറെ ലൈറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വിചാരിച്ച ജന്മാഷ്ടമി ഒക്കെ അല്ല, അപ്പൊ ലൈറ്റ്സ് ഇട്ടായിരിക്കുന്ന വെച്ചിട്ട് ഇപ്പൊ കൃഷ്ണനായിട്ടാ. ഞാൻ ആ മൈക്ക് ഊരി അവിടെ വെച്ചു. ആ മൈക്ക് വെക്കുമ്പോ എന്റെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എവിടെ നമ്മള് മുകളിലാട്ടോ, ഒരു മലയുടെ മുകളിൽ എത്തിക്കണത്. ധർമ്മ വിപുല വിപാസന സെന്റർ. അത് ശരി, ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പറ്റുമോ, കയറാൻ പറ്റുമോ? വിപാസന ചെയ്യണം. ഒരു മനുഷ്യല്ലാട്ടാ. നാടത്തെ പോലെ ഉണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞോ? വഴി കഴിഞ്ഞു. അപ്പൊ നമുക്ക് വണ്ടി തിരിക്കാം. നമ്മൾ സേഫ് അല്ലാത്തോണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും ഒരു മനസ്സിനൊരു സുഖം കിട്ടിയല്ലോ. അതിന്റെ മുകളിൽ എന്താ നമ്മൾ കണ്ടല്ലോ അല്ലെ, അത് മതി. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. നമ്മളത് ഗൂഗിളിൽ നോക്കിയപ്പോ അതൊരു മെഡിറ്റേഷൻ സെന്റർ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ നമ്മളെ ഒന്ന് രണ്ട് കാര്യത്തിനാണ് വരുന്ന പറഞ്ഞു. ഒന്ന് ബാവയുടെ ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അത് നടന്നില്ല. അത് നമ്മള് വളരെ സക്സസ്ഫുൾ ആയിട്ട് മൂഞ്ചിഫൈഡ് ആയി. പിന്നെ ബുദ്ധന്റെ അമ്പലം അതൊട്ട് നടക്കില്ലെന്ന് തോന്നുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട്. അതും മൂഞ്ചിന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു കൃഷ്ണന്റെ അമ്പലം തോന്നുന്നു. ലൈറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് അങ്ങനെയെന്ന് തോന്നി.
അത് മെഡിറ്റേഷൻ സെന്റർ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് അവിടെ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ അമ്പലത്തിൽ തൊഴുന്നിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം. അതായിരിക്കും നല്ലത്. അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ 2 ടാർഗറ്റും അച്ചീവ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ പോകും അല്ലേ കേട്ടോ. അപ്പൊ ധർമ്മ വിഭാസന സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, അതൊരു മെഡിറ്റേഷൻ സെന്റർ ആണ്. അതായത് ബുദ്ധൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. എന്താ ഞാൻ ദൂരെ നിന്ന് ഗസ് ചെയ്തത്, ഐ വാസ് റൈറ്റ്. അത് കഴിഞ്ഞ് ആ കുഞ്ഞു മല ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഫോട്ടോ എടുക്കാൻ നോക്കി വാവയുടെ, പക്ഷെ നടന്നൊന്നുമില്ല. കാരണം ടൈം 6:45 ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കൂടി കുറച്ച് നേരം നേരം കളഞ്ഞ് എൻജോയ് ചെയ്തു. പിന്നെ അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് വിശക്കാൻ തുടങ്ങി എനിക്കും ഏട്ടൂസിനും. അപ്പോൾ ഞങ്ങൾ വേഗം കാറിനകത്ത് കയറി ഒരു ചെറിയൊരു പോർഷൻ ലെമൺ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ് പുറത്ത് ഒരു സ്ഥലത്ത് വന്ന് ഇരുന്ന് നമ്മളങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കില്ലേ. അതൊരു പ്രത്യേക രസമാണ്. നിങ്ങൾക്ക് ഉണ്ടാവും ശീലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. നമ്മുടെ വീട്ടിലെ വെള്ളത്തിന് സ്വാദാണ്, നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന് സ്വാദാണ്, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. പക്ഷേ സ്പൂൺ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നിട്ട പ്ലാനാണ് അടുത്തുള്ള സായിബാബയുടെ അമ്പലത്തിൽ പോകുകയെന്നുള്ളത്. അധികം തിരക്കൊന്നും ഇല്ലാത്ത സമാധാനമുള്ളൊരു സായിബാബയുടെ അമ്പലം. പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും പോകാറുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ. നമ്മുടെ കൈ പിടിക്കോ അയ്യോ കൈ. ഷിരഡിയിലുള്ള സായിബാബയുടെ അതേപോലെയാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ അമ്പലത്തിൽ തോന്നുക. എന്തായാലും വാവയും കൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ അവൾക്ക് ചെയ്യണം. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യണ ഒരു സ്വഭാവം ഉണ്ട് അവൾക്ക്. നല്ല രസമാണ് അതൊക്കെ കാണാൻ. ഇവിടെ പ്രാർത്ഥിക്കും. ഇവിടെ ഞാൻ ഇവിടെ വാവയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വരുന്നത്. പണ്ട് ഞാൻ 8 ദിവസം ഇടയ്ക്കിടയ്ക്ക് ഈ അമ്പലത്തിൽ തൊഴാൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഇടയിൽ ഒരാൾ വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ കയറി ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. നല്ല മഴയായിരുന്നു. മഴ ഒന്ന് ഒതുങ്ങിയിട്ട് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുത്തി ഭഗവാൻ. അപ്പോൾ പിന്നെ കുറച്ച് നേരം കുറേ കാലം കഴിഞ്ഞിട്ട് വന്നല്ലേ, അപ്പോൾ കുറച്ച് ദിവസം ഇരുന്നിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവളിടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ കയറി പോവും. അപ്പം ഞങ്ങൾ പിന്നെയും പോയി പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ തവണ കയറി ഇറങ്ങി അവിടെ ഇരുന്നു. മഴ എന്ന് പറഞ്ഞപ്പോൾ ഒരു അടിപൊളി മഴയായിരുന്നു കേട്ടോ. മഴ നിൽക്കുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു.
തിരിച്ച് വീടിനവിടെ എത്തിയപ്പോൾ ഫുള്ള് ഈ കൃഷ്ണൻ്റെയും രാധയുടെയും കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ കോസ്റ്റ്യൂംസ്, ഓടക്കുഴൽ, കൃഷ്ണൻ്റെ ഐറ്റംസൊക്കെ കൊണ്ടുള്ള മാർക്കറ്റ് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻസ് അടക്കാൻ പറ്റിയില്ല, കിട്ടിയതൊക്കെ വാങ്ങിച്ച് കൂട്ടി. നോർത്ത് സൈഡിലാണ് ഈ ജന്മാഷ്ടമി ആഘോഷിക്കൽ കൂടുതൽ. നമുക്ക് നാളെ പ്രകാരമുള്ള കൃഷ്ണൻ്റെ ബർത്ത്ഡേ, അഷ്ടമി രോഹിണിയാണല്ലോ നമ്മുടെ നാട്ടിൽ ശോഭയാത്രയും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതായില്ല, ഞങ്ങൾ കിട്ടിയതൊക്കെ വാങ്ങിച്ചു. ഡ്രസ്സൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഓർണമെൻറ്റ്സ് വൺ ടൈം യൂസ് ആയതുകൊണ്ടും ഓവർ എക്സ്പെൻസീവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് അവളുടെ തന്നെ ഒരു വട്ടം ഒരു ഹൽദിക്ക് ഇട്ട ഒരു ഡ്രസ്സിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അതെടുത്ത് ഫിറ്റ് ചെയ്ത് ഞാൻ അവളൊരു കുഞ്ഞു കൃഷ്ണനാക്കി. ഈ ഒരു മേക്കപ്പിന് പിന്നിൽ എൻ്റെ നല്ല രീതിക്കുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. 2-3 വട്ടം ട്രൈ ചെയ്തിട്ടാണ് നടന്നത്. അവളെ ഉറക്കി അവസാനം ഞാൻ ഈ പുള്ളിക്കുത്തും കോമയും ഒക്കെ വരച്ച് വന്നപ്പോൾ അവളെ കാണാനൊരു ഗന്ധർവനായിപ്പോയി. കൃഷ്ണനേക്കാളും കൂടുതൽ എനിക്ക് ഒരു കുട്ടി ഗന്ധർവൻ്റെ പോലെ തോന്നിയത്. പെൺകുട്ടികളെ രാധയല്ല ആക്കണ്ടേ, പക്ഷെ ഇവളുടെ കുറുമ്പനുസരിച്ച് കൃഷ്ണൻ്റെ ഫുൾ ടീമിൻ്റെ കുറുമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവളെ ഇപ്പം മുടിയും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ പിന്നെ കൃഷ്ണനാക്കി. പറ്റുകയാണ്, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അഷ്ടമി രോഹിണിക്ക് രാധയാക്കാൻ നോക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, മൂഡ് അനുസരിച്ചിരിക്കും. കാരണം ഇതിൻ്റെ പിന്നിൽ നല്ല പണിയുണ്ട്. ഓടക്കോഴി കൊടുക്കാൻ മറന്നുപോയിട്ടോ ഞാൻ. എല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഓർമ്മ വന്നു ഓടക്കോഴിന് മറന്നുപോയത്. ആ തലയിൽ വെക്കുന്ന സംഭവം അതൊരു 5 മിനിറ്റ് പോലും ഇരുന്നിട്ടില്ല, അപ്പം തന്നെ അത് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ മുടി ഇപ്പോൾ വരുന്നത് ഒരു മാതിരി ബുഷ് കുറ്റിമുടി പോലെ ആയതുകൊണ്ട് ക്ലിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ മയിൽപ്പീലി അവിടെ ഇങ്ങനെ കുത്തി വയ്ക്കാൻ പറ്റി എനിക്ക്. എന്തായാലും ഈ ഒരു കുട്ടി ഗന്ധർവനെ കുട്ടി കൃഷ്ണനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കഴിഞ്ഞ ആണത്തെ കുഞ്ഞു കൃഷ്ണൻ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് ഞാൻ പെട്ടെന്ന് കൊടകര വരെ പോയി അവളുടെ മഞ്ഞമുണ്ടും എന്തൊക്കെയോ അതിൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു കുഞ്ഞു കൃഷ്ണനാക്കിയിട്ട് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. ആ ഒരു കൃഷ്ണൻ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു കൃഷ്ണൻ തന്നെയായിരിക്കും. ഇനി വരുന്ന വർഷങ്ങൾ എത്രയൊക്കെ വലുതായി, എത്രയൊക്കെ വലിയ കൃഷ്ണൻ്റെ രാധയൊക്കെ ആയാലും എൻ്റെ മനസ്സിൽ എന്നും അവൾ ആ ഒരു കുഞ്ഞു കൃഷ്ണനായിരിക്കും. വീഡിയോ View cut view. Udah kan view. Nah. View. Ini dulu. നല്ല ബുദ്ധി. കിട്ടിയ മുട്ടൂത്തി വന്നോളോ.
നീ ഓടിയാ അയ്യോ അങ്ങനൊക്കെ അച്ഛോ അച്ഛൻ അന്നും അവൾ ആ കിരീടം വലിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും അവൾ പൊട്ടിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നും എൻ്റെ വാവ ആ ഒരു പഴയ കുഞ്ഞു കൃഷ്ണൻ തന്നെയായിരിക്കും. നീ എത്ര വലുതായാലും എത്ര വലിയ കുട്ടിയായാലും, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, നീയൊക്കെ എത്ര വലുതായാലും ഞങ്ങളുടെയൊക്കെ കണ്ണിൽ നീ എന്നും ആ ഒരു കുഞ്ഞു കുട്ടിയാണ്. എത്ര വലിയ ഡയലോഗ് അടിച്ചാലും കാര്യമില്ല, നമ്മളിന്നും അവരുടെ മുന്നിൽ ചെറിയ കുട്ടികളായിരിക്കും. ആ പറഞ്ഞത് എത്ര കറക്റ്റാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. तुझे हजारों साल है मेरी है आरज़ू. Happy birthday to you. Happy birthday to you. ഇത്തവണത്തെ ബർത്ത്ഡേക്ക് അച്ചു റാം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു അഡ്വാൻസ് ബർത്ത്ഡേ കേക്കൊക്കെ തന്നോട്ടാ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു, എൻജോയ് ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി.